ഹായ് ഓൾ, ഞാൻ അഞ്ജന ഈരജ്. നീറ്റ് 2024 റിപ്പീറ്റേഴ്സ് ബാച്ച്. ഞാൻ Q3 ബാച്ചിലായിരുന്നു, ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ബ്രില്യൻറ്റിലെ ഒരു വർഷത്തെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രില്യൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ വരുന്നതിന് മുന്നേ ഒരു പേടി സ്വപ്നം പോലെ ആയിരുന്നു. കാരണം ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്, ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു സ്റ്റിഗ്മ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നത്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഇപ്പൊ ഇറങ്ങിയപ്പോൾ ഞാൻ ആകെ കരഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രില്യൻ്റ് ആണ്. ഞാൻ 10th വരെ ഒരു സ്കൂളിൽ പഠിച്ചു, 11th 12th അടുത്ത സ്കൂളിൽ പഠിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഇത്രയും മെമ്മറീസ്, ഇത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു വർഷം എൻ്റെ ലൈഫ് തന്നെ ഉണ്ടെന്ന് അവിടെ പറയാൻ പറ്റും. എനിക്ക് എൻ്റെ ഒരു ഫാമിലിയാണ് ബ്രില്യൻ്റ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവിടെ ആരെ കണ്ടാലും ശരിക്കും ബ്രില്യൻ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും അവിടെ പോകുന്നൊരു ഫീലുണ്ട്. എനിക്കിപ്പോൾ കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അഞ്ജലി മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാതെ പോയൊരു അമ്മ, അതായിരുന്നു ഞങ്ങൾക്ക് മിസ്. അതിപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ പോലും പറയും, നീ മിസ്സിൻ്റെ ഈ സേഫാണ്. അങ്ങനെയായിരുന്നു. അത്രയും ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചുമ്മാ ഏതെങ്കിലും ഒരു എക്സാം ഒക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഡെസ്പായിട്ടിരിക്കുന്നതാണ് മിസ്സിനോട്, അഞ്ജന എന്താ, അപ്പൊ തന്നെ നമ്മൾ ആ ഒരു മിസ്സിനോട് നമുക്ക് എന്താണെങ്കിലും ചെന്ന് പറയാം. അതുപോലെ ആയിരുന്നു കോർഡിനേറ്റേഴ്സ്. കാണുമ്പോൾ തന്നെ ആ ഫുഡ് കഴിച്ചോ, നമ്മളോട് എന്തെങ്കിലും അവർക്ക് ചോദിക്കാൻ കാണും. ലൈക്ക് ശരിക്കും നമ്മളവിടെ നമുക്ക് അത്രയും പരിചയമുള്ള ഒരു നാട് തന്നെയായി, നമ്മുടെ സ്വന്തം നാട് പോലെ തന്നെ ആയി. ഹാർട്ടിൽ ഒരു നല്ലൊരു ഭാഗം അത് ബ്രില്യൻ്റ് തന്നെ ഉള്ളതാണ്. പിന്നെ എൻ്റെ ബെസ്റ്റ് വേർഷൻ ഞാൻ കണ്ട ഒരു വർഷം അത് ഈ ഒരു വർഷം തന്നെയാണ്. അക്കാഡമിക്കലി ആണെങ്കിലും എനിക്ക് ഇത്രയും വർക്ക് ചെയ്യാൻ പറ്റി. എനിക്കിപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഒരു ഹാപ്പിനെസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരാൻ സഹായിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ബ്രില്യൻ്റ് തന്നെയാണ്. ഞാൻ വേറെ ഒരു അക്കാഡമിയിൽ പോലും പോയിട്ടില്ല. ഞാൻ എൻട്രൻസ് കോച്ചിങ് രീതിയിൽ ആകെ ഈ ഒരു വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതെനിക്ക് പറയാൻ പറ്റും, ബ്രില്യൻ്റിൽ നിന്ന് തന്നെ കിട്ടിയൊരു, ആ ബ്രില്യൻ്റിൽ നിന്ന് തന്ന ഒരു ഇത് വെച്ചിട്ടാണ് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് കിട്ടിയത്. പിന്നെ സോഷ്യലൈസ് ചെയ്യുന്നതിനാണെങ്കിൽ ഇപ്പോൾ നേരത്തെ എനിക്ക് ഈ നാട്ടിലുള്ള ഒന്നോ രണ്ടോ ഫ്രണ്ട്സേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓവറോൾ കേരള ഫ്രണ്ട്സാണ്. നമുക്ക് അത്രയും ഫാമിലി ഫീലാണ്. ഇപ്പം നമുക്ക് എവിടെ പോയാലും നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം മിസ് ചെയ്യുന്നൊരു കാര്യം ബ്രില്യൻ്റിലെ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്ന് രാവിലെയും കൂടി അത് മിസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെന്താ, അവിടുത്തെ കോർഡിനേറ്റേഴ്സ് നമ്മളെപ്പോൾ ചെന്നാലും നമ്മളെ രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കുക, നമ്മളെ അത്രയും റിസീവ് ചെയ്യുന്ന നമുക്കറിയാം. അവരുടെ അടുത്ത് അയ്യോ ഒരു കോർഡിനേറ്റേഴ്സ് ആണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് പേടി തോന്നാറില്ല. നമുക്ക് അവരോട് ചെന്നിട്ട് നമുക്ക് നമ്മുടെ അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. അതായത് നമുക്ക് അവരത് കേൾക്കുകയും നമുക്ക് അവരുടേതായ സജഷൻസ് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഇത് അവർ നല്ലോണം ഗൈഡ് ചെയ്യും, നല്ലോണം നമ്മളെ ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ വിചാരിക്കും ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ 10,000 ഓഫ് സ്റ്റുഡൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇപ്പം നമുക്ക് ഇൻഡിവിജ്വൽ കെയർ കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നല്ലോണം സപ്പോർട്ട് ചെയ്യും. നമുക്ക് ശരിക്കും തോന്നത്തേ ഇല്ല നമുക്ക് അത്രയും സ്റ്റുഡൻസ് ഉണ്ട്, ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ശരിയാണ്, വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, വലിയൊരു ക്യാമ്പസാണ്, സെറ്റ് ക്യാമ്പസാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ സപ്പോർട്ട് വെച്ചിട്ട് നമുക്കൊരു ട്യൂഷൻ, ഇവിടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ട്യൂഷൻ സെന്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് ബ്രില്യൻ്റിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ വന്നു, എനിക്കൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ട് ബ്രില്യൻ്റ് അറിയാം. ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തൊരു May 13 സമയത്ത് കറക്റ്റ് ഒരു വർഷമാണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേ അന്നാണ് ബ്രില്യൻ്റിൽ ജോയിൻ ചെയ്തത്. അന്നേരം എൻ്റെ അമ്മ പറഞ്ഞു, അത് നിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആവുന്നു. ശരിയാണ്, എൻ്റെ ഗിഫ്റ്റ് തന്നെയാണ്. ശരിക്കും അത്ര എനിക്ക് നല്ലൊരു വർഷമായിരുന്നു ബ്രില്യൻ്റിൽ നിന്ന് കിട്ടിയത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ പറയുന്നതാണ്, പക്ഷെ ഇവിടെ നിങ്ങൾ കാര്യങ്ങളെ ഇറങ്ങത്തുള്ളൂ. മീൻസ് അങ്ങനല്ല, ഇവിടെ മിസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളൊരു ഫാമിലി വിട്ടു പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. കാരണം അത്ര അടിപൊളിയാണ് ബ്രില്യൻ്റ്. എനിക്ക് അങ്ങനെയൊന്നും പറയാനില്ല. കം എക്സ്പീരിയൻസ്.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.